സർവകലാശാലയിൽ ചാൻസലർ രജിസ്ട്രാർ പോര് രൂക്ഷമായി തുടരുന്നു. പ്രതിഷേധം ശക്തമാക്കാൻ ഒരുങ്ങി SFIയും ഡിവൈഎഫ്ഐയും. ഇന്ന് രാജ്ഭവനിലേക്ക് SFI മാർച്ച് നടത്തും. സർവകലാശാല ആസ്ഥാനത്തേക്ക് ഡിവൈഎഫ്ഐയുടെ പ്രതിഷേധം. ഇന്ന് സംസ്ഥാന വ്യാപക പണിമുടക്ക്. വിവരങ്ങളുമായി ഡി ബിനോയ് ചേരുന്നു. ബിനോയ്, ഇന്ന് സംസ്ഥാന വ്യാപക പഠിപ്പ് മുടക്കാണ്. SFIയുടെ മാർച്ച് ഇന്ന് രാജ്ഭവനിലേക്കുണ്ട്. സർവകലാശാല ആസ്ഥാനത്തേക്ക് ഡിവൈഎഫ്ഐയുടെ പ്രതിഷേധവുമുണ്ട്. വിവരങ്ങൾ. കഴിഞ്ഞ ഒരാഴ്ചയായി തുടരുന്ന ഗവർണർ രജിസ്ട്രാർ പോര് ഇന്നും ശക്തമായി തുടരും എന്നുള്ളത് ഏകദേശം ഉറപ്പായി കഴിഞ്ഞിരിക്കുന്നു. ഇന്നലെയാണ് രജിസ്ട്രാർ KS അനിൽകുമാർ അവധിക്ക് വേണ്ടി ഒരു അപേക്ഷ വൈസ് ചാൻസലർക്ക് നൽകിയത്. എന്നാൽ വൈസ് ചാൻസലർ ആ അപേക്ഷ നിരസിക്കുകയായിരുന്നു. വൈസ് ചാൻസലർ പറഞ്ഞത് സസ്പെൻഷനിൽ കഴിയുന്ന ഒരാൾക്ക് എന്തിനാണ് അവധി, അല്ലെങ്കിൽ അത്തരത്തിലൊരു അവധി നൽകാൻ കഴിയില്ല എന്ന നിലപാട് വൈസ് ചാൻസലർ സ്വീകരിച്ചിരുന്നു. തൊട്ടു പിന്നാലെ KS അനിൽകുമാർ ഇന്നലെ വീണ്ടും പറഞ്ഞത് ഒരു ദിവസത്തെ അവധിയുടെ കാര്യമാണ്, അത് ഇന്നലത്തേക്ക് അവധിയാണ്. തനിക്ക് ആരോഗ്യ പ്രശ്നങ്ങളുള്ളതുകൊണ്ട് മാത്രമാണ് ഇന്നലെ ഒരു ദിവസത്തേക്ക് അവധി ചോദിച്ചത്. ഇന്നു മുതൽ വീണ്ടും സർവകലാശാല ആസ്ഥാനത്തേക്ക് എത്തും എന്നാണ് KS അനിൽകുമാർ നിലപാട് സ്വീകരിച്ചിരിക്കുന്നത്. എന്തായാലും ഇന്നലെയോടുകൂടി തന്നെ ഗവർണർക്കും വൈസ് ചാൻസലർക്കും നിയമ ഉപദേശം കിട്ടിക്കഴിഞ്ഞിരിക്കുന്നു. ഇനി എന്ത് നടപടിയാണ് സ്വീകരിക്കുക എന്നുള്ളത് ഇന്ന് അറിയാൻ കഴിയും. കഴിഞ്ഞ ഞായറാഴ്ചയാണ് സിൻഡിക്കേറ്റ് യോഗം ചേർന്നുകൊണ്ട് രജിസ്ട്രാർ KS അനിൽകുമാറിന്റെ സസ്പെൻഷൻ നടപടി സിൻഡിക്കേറ്റ് റദ്ദാക്കിയത്. തുടർന്ന് അത് വലിയ തരത്തിലുള്ള വിവാദങ്ങൾക്ക് വഴിവെക്കുകയും ചെയ്തു. ഭാരതാംബ വിവാദത്തിൽ ഗവർണറോട് അപമര്യാദയായി പെരുമാറി എന്ന് കാണിച്ചുകൊണ്ടാണ് കേരള സർവകലാശാല രജിസ്ട്രാർ KS അനിൽകുമാറിനെ വൈസ് ചാൻസലർ മോഹൻ കുന്നുമേൽ സസ്പെൻഡ് ചെയ്തതിനു ശേഷം മോഹൻ കുന്നുമേൽ അവധിയിലേക്ക് പോവുകയായിരുന്നു, റഷ്യയിലേക്ക്. പകരം വൈസ് ചാൻസലർ ചുമതല നൽകിയത് ഡോക്ടർ സീസ തോമസിനായിരുന്നു. അവരെത്തിയെങ്കിലും KS അനിൽകുമാറിന്റെ സസ്പെൻഷൻ നടപടികൾ അതേപടി തുടരുകയും ചെയ്തു. എന്നാൽ ഈ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെ സസ്പെൻഷൻ റദ്ദ് ശേഷം കേരള സർവകലാശാല ആസ്ഥാനത്തെത്തിയ KS അനിൽകുമാറിന് ഫയലുകളൊന്നും തന്നെ നൽകണ്ട എന്നൊരു നിലപാടാണ് വൈസ് ചാൻസലർ സ്വീകരിച്ചത്. പകരം ജോയിന്റ് രജിസ്ട്രാർ ഫയലുകൾ നോക്കിയതിനു ശേഷം നേരിട്ട് VCക്ക് നൽകാൻ ഒരു നിർദ്ദേശം നൽകിയിരുന്നു. അത്തരത്തിൽ KS അനിൽകുമാറിനെ ഓഫീസിൽ ഒറ്റപ്പെടുത്തി മുന്നോട്ട് കൊണ്ടുപോകുന്ന ഒരു നിലപാട് വൈസ് ചാൻസലർ സ്വീകരിച്ചു. ഒപ്പം വൈസ് ചാൻസലർ സിസ തോമസ് കഴിഞ്ഞ ദിവസം ഒരു പകരം രജിസ്ട്രാറെ നിയമിച്ചെങ്കിലും അവർ ഓഫീസിൽ എത്തുകയോ അല്ലെങ്കിൽ അധികാരം ഏറ്റെടുക്കുകയോ ചെയ്തില്ല. മിനി കാപ്പനാണ് അന്ന് തെരഞ്ഞെടുത്തത്. മിനി കാപ്പൻ ഒരു പക്ഷേ അവരുടെ ഇരിപ്പിടം വിട്ട് രജിസ്ട്രാറുടെ മുറിയിലേക്ക് പോകാൻ തയ്യാറെടുത്തില്ല. കാരണം രജിസ്ട്രാറുടെ മുറിയിലേക്ക് അവരെത്തുകയാണെന്നുണ്ടെങ്കിൽ തടയുന്നതിന് വേണ്ടി ഇടത് സംഘടനകളും ശക്തമായ ഒരു നിലപാട് സ്വീകരിച്ചിരുന്നു. അങ്ങനെ സർവകലാശാല ആസ്ഥാനത്ത് ഭരണപരമായി വലിയ തരത്തിലുള്ള ഒരു അനിശ്ചിതത്വം നിലനിൽക്കുന്നു എന്ന് നമുക്ക് പറയാൻ കഴിയും. പ്രത്യേകിച്ചും രണ്ടുപേരും, അതായത് രജിസ്ട്രാറും വൈസ് ചാൻസലറും നിലപാട് കടുപ്പിക്കുന്നതോടുകൂടിയാണ് പ്രതിസന്ധികൾ രൂക്ഷമാകുന്നത്. രജിസ്ട്രാർക്ക് സിൻഡിക്കേറ്റിന്റെ പൂർണ്ണ പിന്തുണയുണ്ട്. 17 അംഗങ്ങളുടെ പിന്തുണ രജിസ്ട്രാർക്കുണ്ട്. കാരണം അതുകൊണ്ട് തന്നെയാണ് രജിസ്ട്രാർ പലപ്പോഴും സിൻഡിക്കേറ്റ് അംഗങ്ങൾ പറയുന്നതനുസരിച്ചാണ് നിലവിൽ ഇപ്പോൾ പ്രവർത്തിച്ചു പോകുന്നതും. അവധിയുടെ കാര്യത്തിലായാലും ഒപ്പം കേരള സർവകലാശാല ആസ്ഥാനത്തെത്തി നടപടിക്രമങ്ങൾ തുടരുന്ന കാര്യത്തിലും ഒക്കെ തന്നെ കൃത്യമായ ഒരു മാർഗരേഖ പോലെ തന്നെ സിൻഡിക്കേറ്റ് അംഗങ്ങൾ അദ്ദേഹത്തിനെ സഹായിക്കുന്നുണ്ട്. അതുപോലെ വൈസ് ചാൻസലർക്ക് പിന്നിൽ ഗവർണറും ഉറച്ചു നിൽക്കുന്ന ഒരു നിലപാട്. സിസ തോമസ് കഴിഞ്ഞ ദിവസം ഈ സിൻഡിക്കേറ്റ് യോഗത്തെ സംബന്ധിച്ചുള്ള ഒരു റിപ്പോർട്ട് ഗവർണർക്ക് നൽകിയിരുന്നു. ആ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ ഇന്നോ അല്ലെങ്കിൽ നാളെയോ ഒക്കെ തന്നെ നടപടിയിലേക്ക് കാര്യങ്ങൾ നീങ്ങും എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. കേരള സർവകലാശാല സിൻഡിക്കേറ്റ് എടുത്ത തീരുമാനം നിയമപരമായി സാധുതയുള്ളതല്ല എന്ന നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണ് വൈസ് ചാൻസലറും ഗവർണറും. കാരണം സിൻഡിക്കേറ്റ് യോഗത്തിൽ പറഞ്ഞ അജണ്ടയല്ലാതെ, അതായത് രജിസ്ട്രാറിന്റെ സസ്പെൻഷൻ നടപടിയുമായി ബന്ധപ്പെട്ട് സത്യവാങ്മൂലം നൽകേണ്ട സാഹചര്യത്തിൽ അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ സ്വീകരിക്കുന്നതിന് പകരം സസ്പെൻഷൻ റദ്ദാക്കുന്ന നടപടികളിലേക്ക് നീങ്ങി എന്നുള്ളതാണ് വൈസ് ചാൻസലറുടെ ആക്ഷേപം. ആ സമയത്ത് വൈസ് ചാൻസലർ വിയോജനക്കുറിപ്പ് എഴുതി വെച്ചതിന് ശേഷം ആ യോഗത്തിൽ നിന്നും വിട്ടുപോയി. തൊട്ടു പിന്നാലെ രജിസ്ട്രാറിന്റെ ചുമതലയുണ്ടായിരുന്ന P. ഹരികുമാർ ആ യോഗത്തിൽ പങ്കെടുക്കുകയും മുതിർന്ന സിൻഡിക്കേറ്റ് അംഗത്തിനെ അധ്യക്ഷയാക്കിക്കൊണ്ട് യോഗം തുടരുകയും പിന്നീട് സസ്പെൻഷൻ റദ്ദാക്കുകയും ചെയ്തു. ഇത് ഒരിക്കലും അംഗീകരിക്കാൻ കഴിയില്ല എന്ന നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണ് വൈസ് ചാൻസലറും ഗവർണറും. കാരണം ഇത്തരത്തിൽ ഒരു നീക്കം, അതായത് വൈസ് ചാൻസലറുടെ അറിവോ സമ്മതവുമില്ല ഒരു നീക്കം നടത്തുന്നത് സർവകലാശാലയുടെ നിയമപരമായ പ്രശ്നങ്ങൾക്ക് പ്രതിസന്ധി ഉണ്ടാക്കും എന്ന് ഗവർണറും വൈസ് ചാൻസലറും വാദിക്കുന്നു. അതുകൊണ്ട് തന്നെ KS അനിൽകുമാറിന്റെ സസ്പെൻഷൻ നടപടികൾ വീണ്ടും മുന്നോട്ട് കൊണ്ടുപോകാൻ തന്നെയായിരിക്കും ഗവർണർ തീരുമാനിക്കുക. അതായത് സിൻഡിക്കേറ്റ് എടുത്ത തീരുമാനത്തെ അംഗീകരിക്കത്തില്ല, അത് റദ്ദ് ചെയ്യും. പകരം പുതിയ ഒരു നിലപാടിലേക്ക് പോകുന്നതിന് പകരം KS അനിൽകുമാറിനെ സസ്പെൻഡ് ചെയ്ത നടപടി അതേപടി വീണ്ടും സ്ഥിരീകരിക്കുകയും ആ സസ്പെൻഷൻ നടപടിയുമായി മുന്നോട്ട് പോവുകയും ചെയ്യും. അതിന് വൈസ് ചാൻസലർ നൽകുന്ന വിശദീകരണം
KS അനിൽകുമാറിന്റെ ഭാഗത്തു നിന്നും വലിയ തരത്തിലുള്ള ഒരു വീഴ്ച സംഭവിച്ചിരിക്കുന്നു. കഴിഞ്ഞ ജൂൺ 25-നാണ് ഭാരതാംബയുടെ ചിത്രവുമായി ബന്ധപ്പെട്ട് സെനറ്റ് ഹാളിൽ വലിയ തരത്തിലുള്ള ഒരു പ്രതിഷേധം ഉണ്ടാകുന്നത്. അന്ന് ശ്രീ പത്മനാഭ സേവാ സമിതി എന്ന് പറയുന്ന ഒരു സംഘടന അവിടെ അടിയന്തരാവസ്ഥ സമയത്ത് ദുരനുഭവങ്ങളുണ്ടായ ആളുകളെ ആദരിക്കുന്നതിന് വേണ്ടി ഒരു ചടങ്ങ് സംഘടിപ്പിച്ചു. ആ ചടങ്ങിൽ ഭാരതാംബയുടെ ചിത്രം വെക്കുകയും ഗവർണർ മുഖ്യ അതിഥിയായി എത്തുകയും ചെയ്തിരുന്നു. ഭാരതാംബയുടെ ചിത്രം അവിടെ വെച്ചപ്പോഴാണ് വലിയ തരത്തിലുള്ള വിവാദങ്ങൾ ഉണ്ടായത്. SFIയും DYFIയും ഒക്കെ തന്നെ വലിയ തരത്തിലെ പ്രതിഷേധം ഉയർത്തിയിരുന്നു. സിൻഡിക്കേറ്റ് അംഗങ്ങളും അത്തരത്തിൽ ഒരു പ്രതിഷേധം ഉയർത്തി മുന്നോട്ട് വന്നിരുന്നു. ഈ സാഹചര്യങ്ങളിലൊക്കെ അപ്പോൾ രജിസ്ട്രാറിന്റെ ചുമതലയിലുണ്ടായിരുന്ന KS അനിൽകുമാർ ഗവർണർക്ക് അല്ലെങ്കിൽ ഗവർണർ ഈ പരിപാടിയിൽ പങ്കെടുക്കുന്നതിലും അല്ലെങ്കിൽ ആ പരിപാടി അലങ്കോലപ്പെടുത്തുന്ന തരത്തിലുമൊക്കെ അനിൽകുമാർ ഇടപെട്ടു എന്നുള്ളതാണ് നിലവിൽ ഇപ്പോൾ വൈസ് ചാൻസലർ ഗവർണർക്ക് നൽകിയിരിക്കുന്ന റിപ്പോർട്ടിലും പറയുന്നത്. എന്തായാലും ഗവർണർ എടുക്കുന്ന തീരുമാനം ഇന്ന് ഒരു പക്ഷേ ഇന്ന് ഉച്ചയോടുകൂടി തന്നെ ഉണ്ടാകും. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ കഴിഞ്ഞ ഞായറാഴ്ചത്തെ സിൻഡിക്കേറ്റിന്റെ നയപരമായ നടപടിക്രമങ്ങൾ ഒരു പക്ഷേ റദ്ദ് ചെയ്യും. അതേസമയം സിൻഡിക്കേറ്റിനെ പിരിച്ചുവിടാനോ സിൻഡിക്കേറ്റിന്റെ നടപടിക്രമങ്ങൾ മരവിപ്പിക്കാനോ അല്ലെങ്കിൽ സിൻഡിക്കേറ്റിനെ മരവിപ്പിക്കാനോ ഒന്നും തന്നെ ഇപ്പോൾ നിലവിലെ സാഹചര്യത്തിൽ ഗവർണർ പോകില്ല. അത്തരത്തിലൊരു നീക്കം നടത്തി കഴിഞ്ഞാൽ ഗവർണർ സർക്കാർ പോര് ശക്തമാകും. അതിന് മറ്റൊരു രാഷ്ട്രീയ മാനം ഉണ്ടാകും. അത്തരത്തിലൊരു വലിയ രാഷ്ട്രീയ പ്രതിസന്ധി ഉണ്ടാക്കുവാൻ ഗവർണറും നിലവിലെ സാഹചര്യത്തിൽ ആലോചിക്കുന്നില്ല. എന്തായാലും KS അനിൽകുമാറിനെ സസ്പെൻഡ് ചെയ്ത നടപടി എതിരെ സിൻഡിക്കേറ്റ് തീരുമാനം ഒരു പക്ഷേ ഇന്ന് റദ്ദ് ചെയ്യാനുള്ള സാധ്യത നമുക്ക് തള്ളിക്കളയാനാകില്ല. വൃന്ദ. ബിനോയ്, അതോടൊപ്പം തന്നെ സർവകലാശാലകളിൽ ഇത്തരത്തിൽ നാടകീയ രംഗങ്ങൾ അരങ്ങേറുമ്പോൾ പുറത്ത് കേരളം ഈ അടുത്ത കണ്ടതിൽ വെച്ച് ഏറ്റവും വലിയ പ്രതിഷേധമാണ് സർവകലാശാലയിലേക്ക് SFI നടത്തിയത്. ഇന്ന് രാജ്ഭവനിലേക്ക് SFIയുടെ മാർച്ചുണ്ട്. ഇതിൽ സംഘർഷ സാധ്യത ഉണ്ടാകുമോ? സർവകലാശാലകളിൽ RSS തിട്ടൂരം നടപ്പിലാക്കില്ലെന്ന് MV ഗോവിന്ദൻ മാസ്റ്റർ പറഞ്ഞതടക്കം നമുക്ക് മുന്നിലുണ്ട്. ഇതിനെല്ലാം പിന്താങ്ങിയായിരിക്കും ഇന്ന് DYFIയുടെ പ്രതിഷേധവും അതോടൊപ്പം തന്നെ രാജ്ഭവനിലേക്ക് SFIയുടെ മാർച്ച് ഉണ്ടാവുക. ഇതിൽ എത്രത്തോളം പ്രതിഷേധം കനക്കുമോ എന്നുള്ളതെല്ലാം കണ്ടറിയണം, അല്ലേ? തീർച്ചയായും. അത് ഇന്നലെ തന്നെ കേരള സർവകലാശാല ആസ്ഥാനത്ത് SFI നടത്തിയ പ്രതിഷേധത്തിലുണ്ടായ നഷ്ടം കണക്കാക്കുന്നതിന് വേണ്ടി വൈസ് ചാൻസലർ ഒരു യൂണിവേഴ്സിറ്റിയുടെ തന്നെ ഒരു എഞ്ചിനീയറെ ചുമതലപ്പെടുത്തിയിരുന്നു. കാരണം എന്തൊക്കെ നഷ്ടങ്ങൾ ഉണ്ടായിട്ടുണ്ട്, ഏതൊക്കെയാണ്, എത്ര രൂപയോളം നഷ്ടമുണ്ടായി എന്ന കാര്യത്തെക്കുറിച്ച് ഒരു കണക്കെടുക്കാൻ ചുമതലപ്പെടുത്തിയിട്ടുണ്ട്. ആ കണക്ക് ഒരു പക്ഷേ ഇന്ന് ലഭിക്കും. ആ നഷ്ടങ്ങളെല്ലാം വരുത്തിയിരിക്കുന്നത് SFI ആണ് എന്ന് വൈസ് ചാൻസലർ പറയുന്നു. ഒപ്പം വരും ദിവസങ്ങളിൽ ശക്തമായ സമരപരിപാടികളുമായി മുന്നോട്ട് പോകാൻ തന്നെയാണ് SFIയുടെയും DYFIയുടെയും തീരുമാനം. SFI ഇന്ന് സംസ്ഥാന വ്യാപകമായി വിദ്യാഭ്യാസ ബന്ദ് പ്രഖ്യാപിച്ചിട്ടുണ്ട്. പ്രത്യേകിച്ചും ഇന്നത്തെ ദിവസം അല്ലെങ്കിൽ ഇന്ന് വലിയ തരത്തിലുള്ള ഒരു പ്രതിഷേധം സംഘടിപ്പിക്കാൻ തന്നെയാണ് SFIയുടെ തീരുമാനം. ആ ബന്ദിന് തൊട്ടു പിന്നാലെയാണ് SFI രാജ്ഭവനിലേക്ക് മാർച്ച് നടത്തും എന്ന് പ്രഖ്യാപിച്ചിരിക്കുന്നത്. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെ ബാരിക്കേഡ് തകർത്ത് മുന്നോട്ട് രാജ്ഭവന്റെ അടുത്ത് വരെ SFI പ്രവർത്തകർ എത്തിയിരുന്നു. ഒപ്പം കേരള സർവകലാശാലയിലും വലിയ തരത്തിലുള്ള പ്രതിഷേധം ഉയർത്തി ഏകദേശം 2 മണിക്കൂറോളം സമയം സർവകലാശാലയുടെ പ്രവർത്തനം സ്തംഭിപ്പിച്ച് സർവകലാശാലയ്ക്കുള്ളിൽ തന്നെ വിദ്യാർത്ഥികൾ ഇരുന്ന് മുദ്രാവാക്യം വിളിച്ചു. പിന്നീട് പോലീസ് ഇടപെട്ടെങ്കിലും രമ്യമായി പ്രശ്നങ്ങൾ പരിഹരിക്കാനായിരുന്നു CPM നേതൃത്വത്തിന്റെ തീരുമാനം. MV ഗോവിന്ദൻ മാസ്റ്റർ നേരിട്ടെത്തി പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിന് വേണ്ടി ഒരു നീക്കം നടത്തി. ഒപ്പം അദ്ദേഹം പറഞ്ഞത് RSSന്റെ തിട്ടൂരം യാതൊരു കാരണവശാലും കേരള സർവകലാശാലയെ നടപ്പിലാക്കാൻ അനുവദിക്കത്തില്ല എന്ന് പറഞ്ഞതിന് ശേഷം അദ്ദേഹവും മടങ്ങി. ഇപ്പോൾ ഏകദേശം 23ഓളം വിദ്യാർത്ഥികളാണ് റിമാൻഡിൽ ഉള്ളത്. കാരണം അവർക്കെതിരെ ജാമ്യമില്ലാ വകുപ്പ് അനുസരിച്ചാണ് പൊതുമുതൽ നശിപ്പിച്ചതിന് കേസ് എടുത്തിട്ടുള്ളത്. SFI സംസ്ഥാന സെക്രട്ടറി ഉൾപ്പെടെ ഉള്ളവർക്കെതിരെയാണ് കേസ്. ഇത്തരത്തിൽ വിദ്യാർത്ഥികൾക്കെതിരെ കേസെടുക്കുന്നതിൽ പ്രതിഷേധിച്ചുകൊണ്ടും ഗവർണർ ഈ RSS നിലപാടുകൾ സർവകലാശാലകളിൽ നടപ്പിലാക്കുന്നതിനെതിരെയുമാണ് SFI ഇന്ന് വീണ്ടും സമരം പ്രഖ്യാപിച്ചിരിക്കുന്നത്. DYFIയും അത്തരത്തിൽ തന്നെയാണ്. അതേസമയം സർവകലാശാല ആസ്ഥാനത്തേക്ക് ഏതെങ്കിലും കാരണവശാൽ വൈസ് ചാൻസലർ എത്തുകയാണെങ്കിൽ അവരെ തടയുന്നതിന് വേണ്ടിയുള്ള ഒരു നീക്കവും SFIയുടെ ഭാഗത്തുനിന്നുണ്ടാകും. ഒരു കാര്യം ഉറപ്പാണ്, കേരള സർവകലാശാലയുടെ ഭരണം, അതിന്റെ ഭരണനിർവഹണം കൃത്യമായി മുന്നോട്ട് പോകുന്നില്ല എന്ന് തന്നെ നമുക്ക് പറയാൻ കഴിയും. കാരണം ഇപ്പോൾ തന്നെ 2 രജിസ്ട്രാർമാരാണ് ഉള്ളത്. ഒരു രജിസ്ട്രാർ നേരത്തെ ഉണ്ടായിരുന്ന KS അനിൽകുമാർ, അദ്ദേഹത്തെ സസ്പെൻഡ് ചെയ്തു. ആ സസ്പെൻഡ് ചെയ്ത നടപടിയെ സിൻഡിക്കേറ്റ് റദ്ദ് ചെയ്തതോടുകൂടി തന്നെ അദ്ദേഹം രജിസ്ട്രാറായുണ്ട്. ഇത് കൂടാതെ വൈസ് ചാൻസലർ ഡോക്ടർ സിസ തോമസ് കൊണ്ടുവന്ന മറ്റൊരു മറ്റൊരു രജിസ്ട്രാറായ മിനി കാപ്പനുണ്ട്. അങ്ങനെ 2 രജിസ്ട്രാർമാർ ഒരേ സമയം സർവകലാശാല ആസ്ഥാനത്ത്. എന്നാൽ ഈ രജിസ്ട്രാർ KS അനിൽകുമാറിന്റെ നീക്കങ്ങൾ
അല്ലെങ്കിൽ അദ്ദേഹം ഫയൽ നോക്കുകയോ അദ്ദേഹം ഫയലുമായി ബന്ധപ്പെട്ട ഇടപെടൽ നടത്തുകയോ ചെയ്താൽ അത് പാടില്ല എന്ന തരത്തിലൊരു വിലക്കും വൈസ് ചാൻസലർ ഏർപ്പെടുത്തിയിരിക്കുന്നു. ഇതെല്ലാം തന്നെ പ്രതിഷേധത്തിന് വഴിവെച്ച് കഴിഞ്ഞിരിക്കുന്നു. എന്തായാലും വരും ദിവസങ്ങളിലൊക്കെ തന്നെ ശക്തമായ സമരപരിപാടികളുമായി SFIയും DYFIയും ഒപ്പം പാർട്ടിയും ഒക്കെ മുന്നോട്ട് വിടാനുള്ള സാധ്യത നമുക്ക് തള്ളിക്കളയാനാകില്ല. വൃന്ദ. ബിനോയ്, കഴിഞ്ഞ സർവകലാശാല മാർച്ചിൽ പോലീസ് നോക്കുകുത്തികളായി നോക്കിയിരുന്നു എന്നതടക്കമാണ് ഈ പ്രതിപക്ഷം അടക്കം ഉന്നയിക്കുന്നത്. ഇന്ന് ഈ വലിയ SFIയുടെയും DYFIയുടെയും മാർച്ച് പ്രതിഷേധം സംഘടിപ്പിക്കുമ്പോൾ ഈ പോലീസിന്റെ നീക്കം എങ്ങനെയൊക്കെ ആയിരിക്കും എന്നുള്ളതും വലിയൊരു ചോദ്യചിഹ്നമായി നമുക്ക് മുന്നിലില്ലേ? തീർച്ചയായും കഴിഞ്ഞ ദിവസം വലിയ തരത്തിലുള്ള ആക്ഷേപമാണ് പോലീസ് സേനയ്ക്ക് ഉണ്ടായിരിക്കുന്നത്. പോലീസ് നോക്കുകുത്തിയായി നിന്നുകൊണ്ട് വിദ്യാർത്ഥികളെ സർവകലാശാലയിലേക്ക് കടത്തിവിട്ടു എന്ന തരത്തിലൊക്കെ തന്നെ പ്രതിപക്ഷം വലിയ തരത്തിലുള്ള ആരോപണങ്ങൾ ഉന്നയിച്ചിരുന്നു. അത് ദൃശ്യമാധ്യമങ്ങളിലൊക്കെ കണ്ടതുമാണ്. പല ആവർത്തി പോലീസും വിദ്യാർത്ഥികളുമായൊക്കെ ചില സ്ഥലങ്ങളിൽ മാത്രം ചെറിയ തോതിലുള്ള ചെറുത്തുനിൽപ്പ് നടത്തിയെങ്കിലും പല സ്ഥലങ്ങളിൽ കണ്ണൂർ സർവകലാശാലയിലായാലും കാലിക്കറ്റ് സർവകലാശാലയിലും ഒക്കെ തന്നെ നമ്മൾ നേരിട്ട് കണ്ടതാണ്. വിദ്യാർത്ഥികൾക്ക് വലിയ തടസ്സങ്ങളില്ലാതെ തന്നെ അവരുടെ പ്രതിഷേധം സർവകലാശാലയ്ക്കുള്ളിൽ പ്രകടിപ്പിക്കാനുള്ള അവസരം പോലീസ് തന്നെ ഒരുക്കിക്കൊടുത്തു എന്ന ഒരു വലിയ തരത്തിലുള്ള ആക്ഷേപം പ്രതിപക്ഷം മുന്നോട്ട് വെച്ചിട്ടുണ്ട്. മറ്റേതെങ്കിലും യുവജന സംഘടനകളോ അല്ലെങ്കിൽ പ്രതിപക്ഷ യുവജന സംഘടനയോ വിദ്യാർത്ഥി സംഘടനയോ ഇത്തരത്തിൽ ഒരു പ്രതിഷേധം നടത്തിക്കഴിഞ്ഞാൽ അവരെ തിരഞ്ഞുപിടിച്ച് മർദ്ദിക്കുന്നൊരു സ്വഭാവം കേരള പോലീസിനുണ്ട്. അത്തരം സ്വഭാവങ്ങൾ അംഗീകരിക്കാൻ കഴിയില്ല എന്നൊരു നിലപാടാണ് പ്രതിപക്ഷം എടുത്തിരിക്കുന്നത്. കാരണം പോലീസിന്റെ ഭാഗത്ത് നിന്ന് വലിയ തരത്തിലെ വീഴ്ച ഉണ്ടായി എന്ന് തന്നെയാണ് പ്രതിപക്ഷവും ആരോപണം ഉന്നയിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഒരു പക്ഷേ ഇന്ന് പോലീസ് നടപടിക്രമങ്ങൾ കടുപ്പിക്കാനുള്ള സാധ്യത നമുക്ക് തള്ളിക്കളയാനാകില്ല. പലതരത്തിലുള്ള വിമർശനങ്ങളും ഒപ്പം തന്നെ പോലീസിനെതിരെയുള്ള ആക്ഷേപങ്ങളും ഉയർന്നു പൊങ്ങിയ സാഹചര്യത്തിൽ ശക്തമായ ഒരു നടപടി പോലീസിന്റെ ഭാഗത്തുനിന്നുണ്ടാകും. ഒരു പക്ഷേ സർവകലാശാലയിലേക്കോ മറ്റും തന്നെ ഒന്നും വിദ്യാർത്ഥികളെ സംഘടനകളെ കയറ്റിവിടാനുള്ള സാധ്യതയില്ല. വിദ്യാർത്ഥികളുടെ രാജ്ഭവൻ മാർച്ചും ഒരു പരിധിക്കപ്പുറത്തേക്ക് കടക്കാൻ അനുവദിക്കത്തില്ല. അത്തരത്തിൽ ഒരു വലിയ നിലപാട് പോലീസിന്റെ ഭാഗത്തുനിന്നുണ്ടാകാനുള്ള സാധ്യത നമുക്ക് തള്ളിക്കളയാനാകില്ല. തീർച്ചയായും കേരള സർവകലാശാലയിൽ ചാൻസലർ രജിസ്ട്രാർ പോര് രൂക്ഷമായി തുടരുന്നു. പ്രതിഷേധം ശക്തമാക്കാൻ ഒരുങ്ങി SFIയും DYFIയും. രാജ്ഭവനിലേക്ക് ഇന്ന് SFI മാർച്ച് നടത്തും. സർവകലാശാല ആസ്ഥാനത്തേക്ക് DYFIയുടെ പ്രതിഷേധവും ഉണ്ടാകും. ഇന്ന് സംസ്ഥാന വ്യാപക പഠിപ്പ് മുടക്ക്. വിവരങ്ങൾ പങ്കുവയ്ക്കുകയായിരുന്നു ബിനോയ്.